ഹായ് കൂട്ടുകാരെ, വികൃതിരാമൻ എന്ന കുട്ടിക്കുറുമ്പൻ്റെ കഥയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒട്ടും വൈകാതെ നമുക്ക് രണ്ടാം ഭാഗത്തിലേക്ക് കടക്കാം. വികൃതിരാമൻ പോയപ്പോൾ മനക്കിലുള്ളവർക്കെല്ലാം കുണ്ഠിതം തോന്നി. അച്ഛൻ നമ്പൂതിരിക്കാണ് അധികം കുണ്ഠിതം അനുഭവപ്പെട്ടത്. ശരിയാണ്, വികൃതിരാമൻ പടുവികൃതിയായിരുന്നു. പക്ഷേ അവൻ ഇല്ലത്തെയും അവിടത്തെ ആളുകളെയും സ്നേഹിച്ചിരുന്നു. മനക്കിലെ വളപ്പിൽ വേലി പൊളിച്ച് പശുക്കളും മൂരികളും പ്രവേശിക്കുമ്പോൾ വികൃതിരാമൻ പിന്നാലെ ചെന്ന് അവയെ ഓടിച്ചിരുന്നു. നെല്ലുണക്കാനിട്ടാൽ കാക്കയെ നോക്കുന്ന ചുമതല വികൃതിരാമനാണ് നിർവഹിക്കാറ്. ആരും അവനത് പറഞ്ഞു കൊടുത്തിട്ടില്ല. വികൃതിരാമനെ മനക്കിലിൽ നിന്നും പുറത്താക്കി. കാരണം അവൻ വികൃതിയായിരുന്നു. ഇല്ലത്തെ ഉണ്ണികളും വികൃതി കാണിക്കാറില്ലേ? അച്ഛൻ നമ്പൂതിരി അസ്വസ്ഥനായി. വികൃതിരാമൻ ഉണ്ണികളെ ദ്രോഹിക്കാറുണ്ട്. അവർ അവനെയും ദ്രോഹിക്കാറില്ലേ? അവൻ ചെയ്തുകൊണ്ടിരുന്ന നല്ല കാര്യങ്ങൾ കണക്കിലെടുക്കാൻ ആരുമുണ്ടായില്ല. അവൻ്റെ വികൃതിത്തരങ്ങൾ മാത്രം കണക്കിലെടുത്തു. വാസുദേവനും നീലാണ്ടനും തോന്നി വികൃതിരാമനെ പറഞ്ഞയക്കേണ്ടിയിരുന്നില്ല. പിറ്റേ ദിവസം അമ്മാത്തെന്ന് വെച്ചാൽ ഉണ്ണികളുടെ അമ്മയുടെ ഇല്ലത്ത് പിറന്നാൾ സദ്യയാണ്. വാസുദേവനും നീലാണ്ടനും പോകണമെന്നുണ്ട്. അമ്മാത്തേക്ക് 5-6 നാഴിക ദൂരമുണ്ട്. മരങ്ങളും ചെടികളും നിറഞ്ഞിരിക്കുന്ന വഴിയിൽ കൂടി വേണം പോകാൻ. വഴിയുടെ കുറച്ചപ്പുറം നിറഞ്ഞ കാടാണ്. വാസുദേവന് വയസ്സു 13 നീലാണ്ടന് 11. എങ്കിലും വാലിക്കാരനില്ലാതെ ഒറ്റയ്ക്ക് അമ്മാത്തേക്ക് ഇതേവരെ പോയിട്ടില്ല. കഴിഞ്ഞ കൊല്ലം ഒരു പ്രാവശ്യം പോയിട്ടുണ്ട് ഒറ്റയ്ക്ക്. പക്ഷേ അന്ന് വികൃതിരാമൻ കൂട്ടുണ്ടായിരുന്നു. വാലിക്കാരനെ കൂടി അയക്കണമെന്ന് അച്ഛനോട് പറയാൻ ഉണ്ണികൾക്ക് ലജ്ജ തോന്നി. അവർ മുതിർന്ന കുട്ടികളാണിപ്പോൾ. അവസാനം ഒറ്റയ്ക്ക് പോകാൻ തന്നെ ഉണ്ണികൾ തീർച്ചയാക്കി. പിറ്റേ ദിവസം രാവിലെ 2 പേരും പുറപ്പെട്ടപ്പോൾ അച്ഛൻ നമ്പൂതിരി പറഞ്ഞു, സന്ധ്യ ആവണേന്റെ മുമ്പേ ഇവിടെ എത്തണം ട്ടോ വാസുദേവ. 2 മൂളി. ഉണ്ണികൾ നടത്തം തുടങ്ങി. നല്ല വെയിൽ. 2 പേർക്കും അസലു ദാഹം. വഴിയിൽ ചെന്തങ്ങുകൾ ഇളനീർക്കുലകളുമേന്തി അങ്ങനെ ചാഞ്ചാടി നിൽക്കുന്നു. ഉണ്ണികൾക്ക് വായിൽ വെള്ളമൂറി. സ്വതവേ തീറ്റക്കൊതിയനായ നീലാണ്ടൻ ചെന്തെങ്ങിൻ കുലകളിലേക്ക് നോക്കി പറഞ്ഞു, നമ്മുടെ വികൃതിരാമൻ ഉണ്ടായിരുന്നു ചാ. നീലാണ്ടൻ പറഞ്ഞു തീർന്നില്ല. അപ്പോഴേക്കും അതാ വികൃതിരാമൻ അവരുടെ മുമ്പിൽ ചാടി വീഴുന്നു. ഉണ്ണികൾ ആഹ്ലാദിച്ചാർത്തു. വികൃതിരാമൻ വന്നിരിക്കുന്നു. അവൻ എങ്ങനെ രക്ഷപ്പെട്ടു പോന്നു? കെട്ടിയിട്ട കയർ കടിച്ചു മുറിച്ചു പോന്നതാവൂ. അവൻ സൂത്രത്തിൽ തങ്ങളെ പിന്തുടരുകയായിരുന്നു. വികൃതിരാമന് ചെന്തെങ്ങിൻ കുലകൾ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ നീലാണ്ടൻ ഒട്ടും മറന്നില്ല. വികൃതിരാമൻ തെങ്ങിൻ മുകളിലേക്ക് പാഞ്ഞു കയറി ഇളനീരിട്ടു. ഒരു കല്ലുകൊണ്ട് ഇളനീരിൻ്റെ മൂക്കു ചതച്ച് മൂവരും മുടുമുട്ടെ കുടിച്ചു. ഇനി നടക്കാം, വാ വികൃതിരാമ, ജ്യേഷ്ഠനായ വാസുദേവൻ നിർദ്ദേശിച്ചു. 3 പേരും അമ്മാത്തേക്ക് നടന്നു. വഴി നല്ല നിശ്ചയമില്ല. ഓരോ കൈവഴികൾ ഓരോ ഭാഗത്തേക്ക് അങ്ങനെ നീണ്ടു പോകുന്നു. സംശയം തോന്നുന്നിടത്തൊക്കെ ഓരോരുത്തരോട് ചോദിച്ച് വഴി മനസ്സിലാക്കി അവസാനം അമ്മാത്തെത്തി. അവിടെ സദ്യ പൊടിപൊടിക്കുകയാണ്. അവിടെയുള്ള വലിയൊരു തൊഴുത്ത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് വാസുദേവൻ പറഞ്ഞു, വികൃതിരാമ, നീ അവിടെ ചെന്നിരുന്നോ? ശരിയാണ്, അമ്മാത്ത് സദ്യയല്ലേ. വികൃതിരാമന് അങ്ങോട്ട് പ്രവേശനം കിട്ടുമോ? സദ്യയെല്ലാം കഴിഞ്ഞ് തിരക്കൊക്കെ അവസാനിച്ചാലേ അവനുള്ളത് കിട്ടൂ. അവൻ തൊഴുത്തിലേക്ക് നടന്നു. മുകളിൽ വൈക്കോൽ കുന്നുകൾ അടുക്കി അടുക്കി വെച്ചിരിക്കുന്നു. അതിൽ കയറിക്കിടന്നു. സദ്യയുടെ മണം മൂക്കിനുള്ളിലേക്ക് അടിച്ചു കയറുകയാണ്. കാളൻ സ്വതവേ വികൃതിരാമന് ബഹു ഇഷ്ടമാണ്. കുറുകിയ കാളന്റെ വാസന വായുവിൽ അങ്ങനെ അല തല്ലുന്നു. വികൃതിരാമൻ തല പൊന്തിച്ച് സദ്യപ്പന്തലിലേക്ക് നോക്കി. വാസുദേവനും നീലാണ്ടനും ഉണ്ണാനിരിക്കുന്നു.
പന്തൽ നിറച്ച് ആളുകളാണ്. അതാ വലിയ പപ്പടവും ശർക്കരുപ്പേരിയും പഴം നുറുക്കും വിളമ്പി. ഇപ്പോൾ കാളനും വിളമ്പും. അതാ വിളമ്പി. വികൃതിരാമന്റെ വായിൽ ഒരു കപ്പൽ ഓടിക്കാനുള്ളത്ര വെള്ളം നിറഞ്ഞു. അവൻ പതുക്കെ എഴുന്നേറ്റു താഴേക്കിറങ്ങി. കൊടുത്തു പന്തലിലേക്ക് ഒരോട്ടം. പപ്പടക്കൊട്ടയിൽ നിന്നും കുറെ പപ്പടം വാരിയെടുത്തു. പഴം നുറുക്ക് കൊട്ട അങ്ങനെ തന്നെ കയ്യിലെടുത്തു. ഇനി കാളൻ. എടുക്കാൻ നിവർത്തിയില്ല. ആകെ 2 കയ്യിലേ ഉള്ളൂ. വേണ്ട, കാളൻ വേണ്ട. അവൻ ഓടി പിന്നിൽ കൂടി തൊഴുത്തിലേക്കു തന്നെ ചെന്നു വൈക്കോലിന്റെ മുകളിലിരുന്ന് ശാപ്പാടും ആരംഭിച്ചു. ഇതെല്ലാം ഒരു നിമിഷം കൊണ്ട് കഴിഞ്ഞു. പന്തലിൽ ബഹളമായി. കൊരങ്ങൻ കൊരങ്ങൻ എന്നു ചിലർ വിളിച്ചു പറഞ്ഞപ്പോൾ മറ്റു ചിലർ മുറവിളി കൂട്ടി. അതാ ഓടി. പിടിച്ചു 2 പൊട്ടിക്ക്. നീലാണ്ടനും വാസുദേവനും പരസ്പരം നോക്കി. ഒന്നും മിണ്ടണ്ടാട്ടോ. വാസുദേവൻ നീലാണ്ടന്റെ ചെകിടിൽ പതുക്കെ പറഞ്ഞു. വികൃതിരാമനെ അന്വേഷിച്ച് അമ്മാത്തെ പണിക്കാരെല്ലാം ഓട്ടമായി. അവർ തൊഴുത്തിനുള്ളിലും വന്നു നോക്കി. വികൃതിരാമൻ പതുക്കെ വൈക്കോൽ കുന്നുകളുടെ ഇടയിൽ ഒളിച്ചു. പഴം നുറുക്കുകളുടെ മുകളിൽ 2 കുന്ന് വൈക്കോൽ അവൻ നേരത്തെ വെച്ചിരുന്നു, ആരും കാണാതിരിക്കാൻ. പണിക്കാരെല്ലാം നിരാശരായി മടങ്ങി. വികൃതിരാമൻ വീണ്ടും സ്വസ്ഥാനത്തു തന്നെ വന്ന് തീറ്റ ആരംഭിച്ചു. ധാരാളം പഴം നുറുക്ക്. എത്ര തിന്നാലും കഴിയുന്നില്ല. വയറൊരു ഫുട്ബോൾ പോലെ വീർത്തു കഴിഞ്ഞു. അത് മുഴുവൻ തിന്നു തീർക്കാൻ കഴിയാത്തതിൽ അവന് കുണ്ഠിതം തോന്നി. അവസാനം കവിളിനു താഴെയുള്ള സഞ്ചികളിൽ കൊള്ളാവുന്നത്ര ശേഖരിച്ചു. പിന്നെ തിന്നാമല്ലോ. വയറ്റിനകത്ത് ഇനി ഇടമില്ല. പിന്നെ എന്തു ചെയ്യും? സദ്യയുടെ തിരക്കൊക്കെ അവസാനിച്ചു. വാസുദേവനും നീലാണ്ടനും തിരികെ ഇല്ലത്തേക്ക് പുറപ്പെട്ടപ്പോൾ അമ്മാത്തെ കുഞ്ഞാത്തോലു പറഞ്ഞു. വെയിലാറിയിട്ട് പോവാം വാസു. വെയിലാറിയിട്ട് മടങ്ങാമെന്ന് വെച്ച് ഉണ്ണികൾ ഒന്ന് മയങ്ങി. മയങ്ങലല്ല, 1-ാം ക്ലാസ് ഉറക്കം തന്നെ. സദ്യക്ക് കുടിച്ച പഞ്ചസാര പായസത്തിന്റെ മത്ത് 2 പേർക്കും ഉണ്ടായിരുന്നു. ഉറക്കമുണർന്നപ്പോൾ നേരം 6 മണി കഴിഞ്ഞിരുന്നു. ഉണ്ണികൾ വല്ലാതെ പരിഭ്രമിച്ചു. ഇല്ലത്തു ചെന്നാൽ അച്ഛൻ ദേഷ്യപ്പെടും, തീർച്ചയാണ്. ഇന്ന് പോണ്ട വാസു, കുഞ്ഞാത്തോൽ പറഞ്ഞു നോക്കി. ഉണ്ണികൾക്കും വിരോധമുണ്ടായിരുന്നില്ല. പക്ഷേ അച്ഛൻ പറഞ്ഞിരിക്കുന്നത് അന്നു തന്നെ മടങ്ങിയെത്തണമെന്നല്ലേ. 2 ആളും പുറപ്പെട്ടു. പടി കടക്കുന്നതിന് മുമ്പേ നീലാണ്ടൻ തൊഴുത്തിലേക്ക് നോക്കി. വികൃതിരാമൻ നമ്മുടെ പിന്നാലെ വന്നോളുമേട്ടാ, നീലാണ്ടൻ വാസുവിനോട് പറഞ്ഞു. വാസ്തവത്തിൽ വികൃതിരാമൻ ഉണ്ണികൾ വരുന്നതും നോക്കി തൊഴുത്തിൽ തന്നെ ഇരിക്കുകയായിരുന്നു. പാവത്തിനൊന്നും ഉറങ്ങാൻ പോലും കഴിഞ്ഞില്ല. ഉണ്ണികൾ കുറച്ചകലത്തായപ്പോൾ വികൃതിരാമൻ എഴുന്നേറ്റു. ആരും കാണാതെ ഉണ്ണികളുടെ അടുത്തെത്തി. വാസുവിനും നീലാണ്ടനും അവനോട് കലശലായ ദേഷ്യം തോന്നി. അസത്ത്, അമ്മാത്ത് എന്തെല്ലാം കുസൃതികളാണ് അവൻ കാണിച്ചത്. പക്ഷേ ഒന്നും മിണ്ടിയില്ല. ഇല്ലത്തു ചെല്ലട്ടെ, എന്നിട്ടാവാം. നടന്ന് അവർ ഒരു കൂട്ടുവഴിയിലെത്തി. ഇടത്തോട്ടും വലത്തോട്ടും ഓരോ വഴി നീണ്ടങ്ങനെ പോകുന്നു. ഇല്ലത്തേക്ക് ഏതു വഴിക്കാണ് പോകേണ്ടത്? ഉണ്ണികൾക്ക് പെട്ടെന്നൊരു സംശയം. വലത്തോട്ടാണ് പോണ്ടത്, വാസുദേവൻ പറഞ്ഞു. നീലാണ്ടൻ മൂളി. വലത്തോട്ടുള്ള വഴിയിൽ കൂടി നടക്കാൻ ആരംഭിച്ചപ്പോൾ വികൃതിരാമൻ അവരെ തടഞ്ഞു. ഇടത്തോട്ടുള്ള വഴിയിൽ ചെന്നു നിന്നു. ഏട്ടാ, വികൃതിരാമൻ കാണിച്ച വഴിയാണ് ശരിയായ വഴിയെന്നാണ് തോന്നണത്, നീലാണ്ടൻ പറഞ്ഞു. വാസുദേവൻ ഉറപ്പിച്ചു പറഞ്ഞു. അല്ല, ഈ വഴി തന്നെയാണ്. അവർ നടത്തം തുടങ്ങി. വികൃതിരാമൻ പിന്നെ എന്തു ചെയ്യും? ഉണ്ണികളെ അവൻ അനുഗമിച്ചു. നേരം സന്ധ്യയായി തുടങ്ങിയിരിക്കുന്നു. വഴിയിൽ ഇരുവശത്തുമുള്ള കൂറ്റൻ മരങ്ങളിലേക്ക് പക്ഷികൾ പറന്നെത്തുകയാണ്. അവ്യക്തമായ മൂളലുകളും കേൾക്കാൻ തുടങ്ങി. ഉണ്ണികളുടെ ഉള്ളിൽ ഭയം നിഴലിച്ചു. വഴി അവസാനിച്ചിരിക്കുന്നു. ഉണ്ണികൾ പരസ്പരം നോക്കി. അവർക്ക് എന്തെന്നില്ലാത്ത പേടി തോന്നി. അവർ എത്തിച്ചേർന്നിരിക്കുന്നത് കാട്ടിലാണ്. ഇരുട്ട് കട്ട പിടിക്കാൻ തുടങ്ങിയിരിക്കുന്നു. നിലാവുദിക്കാൻ ഇനിയും കഴിയണം.
മടങ്ങാം നീലാണ്ട, വഴി തെറ്റി, വാസുദേവൻ പറഞ്ഞു. മടങ്ങാം നീലാണ്ടനല്ലാതെ എന്ത് പറയാനാണ്? വികൃതിരാമൻ കാണിച്ചു കൊടുത്ത വഴിയിൽ കൂടി പോയിരുന്നുവെങ്കിൽ ഇപ്പോൾ ഇല്ലത്തെത്താമായിരുന്നു. പെട്ടെന്ന് അവനൊന്ന് ഞെട്ടി. ഒരലർച്ച മനുഷ്യകണ്ഠത്തിൽ നിന്നാണെന്ന് തോന്നി. അതാ ആജാനുബാഹുവായ ഒരു മനുഷ്യൻ അവരുടെ മുമ്പിൽ വന്നു നിൽക്കുന്നു. മുഖത്തും ദേഹത്തും നിറയെ നീണ്ട രോമം, ജ്വലിക്കുന്ന വട്ടക്കണ്ണുകൾ, വലിയ വായ, കരിമ്പ നിറം. ആ മനുഷ്യന്റെ കൈത്തണ്ടകൾക്ക് വാസുവിന്റെ ഉടലിൻ്റെ അത്ര വണ്ണമുണ്ട്. ശരീരം മുഴുക്കെ നഗ്നമാണ്. അവന്റെ കയ്യിൽ കാട്ടുവള്ളിയും ചൂരലും കൊണ്ട് തീർത്ത ഒരുക്കൻ വില്ലുണ്ട്. കൂർത്ത മുനയുള്ള അമ്പുകളും. ആകപ്പാടെ ഒരു ഭീകര രൂപം. വികൃതിരാമനും ഉണ്ണികളും ഒരു നിമിഷം ആ മനുഷ്യന്റെ നേരെ നോക്കി. കാട്ടുമനുഷ്യൻ, മനുഷ്യരെ പച്ചയോടെ തിന്നുന്ന കാട്ടുമനുഷ്യൻ. ഉണ്ണികൾ ബോധം കെട്ടു വീണു. വികൃതിരാമൻ പകച്ചു നിന്നു. വലത്തെ കൈയിൽ ഉണ്ണികളെയും ഇടത്തെ കൈയിൽ വികൃതിരാമനെയും ഏന്തി കാട്ടുമനുഷ്യൻ കാട്ടിനുള്ളിലേക്ക് നടന്നു. ഭാഗം 2 ഇവിടെ അവസാനിച്ചിരിക്കുന്നു. അടുത്ത ഭാഗവുമായി ഉടനെ വരാം. അതുവരേക്കും ബൈ.